കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ജോലിയിൽ നിന്ന് തുടങ്ങി ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരെ എത്തിയ ഒരു കഥയാണ് ശ്രീ മധുവിന് പറയാനുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഒമാനിലാണ്, കേരളത്തിൽ പാലക്കാടാണ് സ്വദേശം, ബോംബെയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കാത്ത ഈ കഠിനാധ്വാനി ഇന്ന് എഞ്ചിനീയർമാരുടെ എഞ്ചിനീയറായി പ്രവർത്തിക്കുകയാണ്. കേട്ടു നോക്കാം ആ ജീവിതകഥ. ഒമാനിൽ പ്രസിദ്ധമായ SMC ഇൻഫ്ര LLCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഈ മലയാളി. പേര് മധുസൂദൻ. ഒരു സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി ജോലിയിൽ ചേർന്ന് പിന്നീട് പ്രസിദ്ധമായ ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി മാറിയ ഈ വ്യക്തിയുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഉത്തമോദാഹരണമാണ്. പാലക്കാട് കൊല്ലംകോട് സ്വദേശിയാണ് ശ്രീ മധുസൂദൻ. 13 വർഷമായി മസ്കറ്റിലെത്തിയിട്ട്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം ബോംബെയിലെത്തി. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി ഭഗീരഥ എഞ്ചിനീയറിംഗിൽ ജോലിയിൽ ചേർന്ന ഇദ്ദേഹം പടിപടിയായി ഉയർന്ന് വെസ്റ്റേൺ റീജിയൻ ഹെഡ് വരെയായി. ഇതിനിടയ്ക്ക് ഇറാഖിലും പോയി ജോലി നോക്കി. അവിടെ റെയിൽവേ വർക്കായിരുന്നു. ഒരു നിമിത്തം പോലെ ഒമാനിലെത്തുകയും ഭഗീരഥയിൽ നിന്നും നാഗാർജുന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചേരുകയും ചെയ്തു. അവിടെ 5 വർഷം പ്രവർത്തിച്ചു. പിന്നീടാണ് SMC ഇൻഫ്ര LLCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാകുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന പദവി കൂടാതെ കമ്പനിയിൽ പാർട്ണർഷിപ്പുമുണ്ട് മധുസൂദനന്. $200 മില്യൺ വർക്കാണ് ഇന്ന് SMC ഇൻഫ്ര LLC ചെയ്യുന്നത്. 3000-ലധികം പേർ ഇവിടെ ജോലി ചെയ്യുന്നു. പ്രധാനമായും കൺസ്ട്രക്ഷൻ ബിസിനസ്സാണ് കമ്പനി ചെയ്യുന്നത്. ബിൽഡിംഗ്, മാൾ, വാട്ടർ റിലേറ്റഡ് പ്രോജക്റ്റുകൾ എന്നിവയാണ് മുഖ്യമായുമുള്ളത്. മസ്കറ്റിലെ ഏറ്റവും വലിയ മാൾ SMCയാണ് നിർമ്മിക്കുന്നത്. SMCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മധുസൂദൻ പറയുന്നു. SMC ഇൻഫ്ര എന്ന് പറയുന്നത് ഫുള്ളായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്. അത് ഞാൻ ഏറ്റെടുത്ത് ഇവിടെ ഒമാനിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം 200 മില്യൺ റിയാലിൻ്റെ വർക്കുണ്ട് എനിക്ക്. ഇവിടെ 3000 പേര് വർക്ക് ചെയ്യുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് പ്രൊജക്ട്സ് ആണ് ടാർഗറ്റ് ചെയ്യുന്നതും ഗവൺമെൻറ് പ്രൊജക്ട്സ് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ മാള് ഞങ്ങളാണ് ചെയ്യുന്നത്, SMC ആണ് ചെയ്യുന്നത്. 1976-ൽ ബോംബെയിലെത്തിയത് മുതൽ ഇപ്പോൾ വരെയുള്ള പ്രവാസ ജീവിതത്തെക്കുറിച്ച് ഇദ്ദേഹം സ്മരിക്കുന്നു. ഭഗീരഥയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് കയറിയ ഒരു പാർട്ടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഭഗീരഥയിൽ തിരിച്ച് അവിടുത്തെ വെസ്റ്റേൺ റീജിയനിലെ മാനേജറായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ മസ്കറ്റിലേക്ക് വന്നത്. മസ്കറ്റിൽ വന്നത് ഭഗീരഥയുടെ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് എനിക്ക് വിടേണ്ടി വന്നത്. നമ്മൾ അന്ന് സാലറീഡ് ആളായത് കാരണം ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിൽക്കാൻ വഴിയില്ലാത്തത് കാരണം മാത്രമാണ് ഞാൻ വിട്ട് നാഗാർജുന സ്റ്റാർട്ട് ചെയ്തു. നാഗാർജുന കൺസ്ട്രക്ഷൻ ഞാൻ തന്നെയാണ് ഇവിടെ തുടങ്ങിയത്. ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു. ഏകദേശം 5 കൊല്ലം കൊണ്ട് ഒരു 1.5 ബില്യൺ, അതായത് 10,000 കോടി രൂപയുടെ വർക്ക് ഞാനിവിടെ ചെയ്തു നാഗാർജുനയിൽ. അത് വിട്ടിട്ടാണ് ഞാൻ SMC സ്റ്റാർട്ട് ചെയ്തതും. അതും ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ 4 കൊല്ലം കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. കർമ്മം ചെയ്യുക, കർമ്മഫലം താനെ വന്നുകൊള്ളും എന്ന് വിശ്വസിക്കുന്ന ഇദ്ദേഹം തൻ്റെ നാടായ പാലക്കാടിനും നാട്ടുകാർക്കും വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
എൻ്റെ ആദ്യത്തെ ഒരു ഇതായിരുന്നു, എൻ്റെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവർ, എൻ്റെ നാട് വളരെ, ഇപ്പോൾ എല്ലാവരും പറയുമായിരിക്കും കേരളം ഭയങ്കര ഡെവലപ്ഡ് ഏരിയയാണ്, എഡ്യൂക്കേറ്റഡ് ഏരിയയാണ് എല്ലാം. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നോ അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട് അവിടെ. അത് കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ രക്ഷപ്പെടുത്തണം. അത് കാരണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എത്ര ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അവരെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ ഭഗീരഥയിൽ എനിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്തവരെല്ലാവരെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരെയും, എന്നെ കൊണ്ട് പറ്റാവുന്നവരെയൊക്കെ. അത് കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ നന്നായ എൻ്റെ കൂടെയുള്ള ആൾക്കാരും നന്നാകണം എന്നുള്ളൊരു കാര്യമാണ്. അത് കാരണം ഞാൻ കുറേ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഫ്രീ ആയി കൊണ്ടുവന്ന് അവരെല്ലാവരും ഇപ്പോൾ കുഴപ്പമില്ലാതെ ഓരോ വീടെല്ലാം വെച്ച് 10 കൊല്ലത്തോളമായി ഓരോരുത്തർ വന്നിട്ട് ഒക്കെ എല്ലാവർക്കും ഒരു വീട് കൂടെ ഇല്ലാത്തവരെല്ലാവരും വീട് വെച്ചു, കല്യാണം കഴിച്ചു. അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര തന്നെ ആൾക്കാർക്ക് ആവശ്യം, ഞാൻ കുറേ എൻ്റെ സ്കൂളിന് വേണ്ടി ഇപ്പോൾ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്, കുറേ ഡൊണേഷൻ ചെയ്യും, കുറേ ഇതൊന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ല. ഞാൻ ഇത് ഒരു കുട്ടിക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം എനിക്ക് പറ്റിയത് ഇവിടെ വന്നതുകൊണ്ടാണ്. ഇപ്പോൾ ബോംബെയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാനത്, എനിക്ക് കിട്ടുന്ന കാശ് എത്ര തന്നെ ഒരു മനുഷ്യന് പൈസ കിട്ടിയാലും മതിയാവില്ല. അത് കാരണം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യുക, പിന്നെയാണ് എൻ്റെ കാര്യം ആലോചിക്കുക ഞാൻ എപ്പോഴും. അത് കാരണം എനിക്ക് അതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അന്നാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇദ്ദേഹം കൊണ്ടുവന്ന ധാരാളം പേർ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ബോംബെയിൽ PTIയിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് മധുസൂദനന് താങ്ങായി കൂടെയുണ്ട്. മകൻ അഹലി ബാങ്കിലും മകൾ IT എഞ്ചിനീയറായും പ്രവർത്തിക്കുന്നു. എൻ്റെ വൈഫ് മാള നിന്നാണ്, തൃശ്ശൂർ. അവളും ബോംബെ തന്നെ വർക്ക് ചെയ്യായിരുന്നു, PTI പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ റിസൈൻ ചെയ്തു. ഇപ്പോൾ ഒരു ഹൗസ് വൈഫാണ്. ഇപ്പം മസ്കറ്റിലുണ്ട്. മോൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ബാങ്കിൽ, അഹലി ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മോള് IT എഞ്ചിനീയറാണ്, ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് കുടുംബം. എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇവിടെ മധുസൂദൻ പ്രവാസിയാണെങ്കിലും തന്റെ വ്യക്തിപ്രഭാവവും കഴിവും കൊണ്ട് തദ്ദേശീയരെക്കാളും പ്രസിദ്ധനാണ്. ഞാൻ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല ചെയ്തിരുന്നത്. ഞാൻ ആ കമ്പനിയുടെ ഒരു പാർട്ടായിട്ടാണ് ഇതുവരെയും ജോലി ചെയ്ത് വന്നത്. എത്ര കഷ്ടപ്പെടാൻ പറ്റിയിട്ടുണ്ടോ. ഞാൻ മാനേജറായിരിക്കുന്ന സമയത്ത് സാധനങ്ങൾ തൂക്കി ബസ്സിൽ കയറ്റി അയച്ച സമയങ്ങളുണ്ട്, മാനേജറായിരിക്കുന്ന സമയത്ത്. ഇതിനൊന്നും ഒരു മടിയും കാണിച്ചിട്ടില്ല. എന്ത് ജോലി എടുക്കണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്നൊന്നും ആലോചിച്ചിട്ടില്ല. അത് കാരണം എനിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊരു ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് ആരടുത്തും ചോദിച്ചിട്ടില്ല. തന്നെത്താൻ ഇതെല്ലാം വന്നിട്ടുള്ളതാണ് എനിക്ക്. അത് കാരണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതുവരെ എത്തിയത്. ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റിൽ നിന്ന് ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടറായത് ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഓവർനൈറ്റിൽ കിട്ടിയതല്ല. ഏകദേശം 36 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ. അപ്പം ഞാനൊരു എഞ്ചിനീയർ അല്ലെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടെക്നിക്കൽ പരിപാടിയും ഇപ്പോൾ നമുക്കറിയാം. എന്താ ചെയ്യേണ്ടതെന്നും എന്ത് തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഒക്കെ. കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ. അതിലല്ലാതെ വേറെ ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന കർമ്മമാണ് എനിക്ക് ഏറ്റവും വലിയത്. ഇദ്ദേഹത്തിന്റെ കീഴിൽ തദ്ദേശീയർ സന്തുഷ്ടരും കർമ്മകുശലരുമാണ്. ഊഷ്മളമായ ബന്ധമാണ് ഇവർക്കിടയിലുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഈ അക്ഷരങ്ങൾക്ക് ജീവൻ നൽകിയത് ഈ മനുഷ്യൻ തന്നെയാണ്. ലക്ഷ്യബോധമുണ്ടെങ്കിൽ, കഠിനാധ്വാനിയാണെങ്കിൽ ഒന്നും അപ്രാപ്യമല്ല എന്ന് ഇദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. വളരെ സന്തുഷ്ടനാണ്. ഞാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്ത് നമ്മളിപ്പോൾ റിട്ടയർ ആകേണ്ട സമയമായി. ഇനി ഒരു 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് മടക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ബോംബെയിൽ വീടുമൊക്കെ ഉണ്ടെങ്കിലും നാട്ടിൽ വീടുണ്ട്. നാട്ടിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹം. സമയവും കാലവും ഒന്നിനും തികയുന്നില്ല എന്ന് പരിതപിക്കുന്ന നാം ഈ മനുഷ്യന്റെ വളർച്ച കണ്ട് പഠിക്കണം.
ശ്രീ മധുവിനെ പോലെ, ചാൾസിനെ പോലെ ഉള്ളവരുടെ ജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ജീവിതാനുഭവങ്ങൾ നാം പങ്കിടുമ്പോൾ അവരോടൊപ്പം എത്താൻ നമ്മൾ ഒരുപാട് വലിഞ്ഞ് നടക്കേണ്ടി വരും എന്ന പാഠമാണ് മനസ്സിലാകുന്നത്. ഇനി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം കൂടുതൽ നല്ല അനുഭവങ്ങൾ പങ്കിടുവാനായി. ശുഭരാത്രി.